ഹലോ എവറിവൺ. ചാർട്ടേഡ് അക്കൗണ്ടിങ് CMA CS ഈ കോഴ്സ് ഏതെടുത്തു കഴിഞ്ഞാലും ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പേപ്പേഴ്സിലൊന്നാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഈ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ പ്രത്യേകത എന്താ? എപ്പോഴും ചേഞ്ചസ് വരുന്നൊരു സബ്ജക്റ്റ് കൂടിയാണിത് അല്ലേ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് IDT വന്നിട്ടുള്ളതെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്നുള്ളത് സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട CA അൻവർ അബ്ബാസ് സാറാണ്. സാർ നമുക്ക് വെൽക്കം ചെയ്യാം, നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ചേഞ്ചസ്. വെൽക്കം സാർ. താങ്ക് യു. അപ്പോൾ സാർ എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളത് സമ്മറി ആയിട്ട് പറഞ്ഞു തന്നാവും. ഈ അമെൻമെന്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളൊക്കെ പാനിക് അല്ലെങ്കിൽ വറീഡ് ആയിരിക്കും. കാരണം പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഫിനാൻസ് ആക്ട് 2023 ബഡ്ജറ്റിൽ കുറേ മാറ്റങ്ങൾ ഇൻഡയറക്റ്റ് ടാക്സസിൽ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്വിക്ക് സമ്മറി, എന്തൊക്കെയാണ് മെയിൻ സമ്മറി, എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഫോർ എക്സാമ്പിൾ സപ്ലൈ എന്നുള്ള ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ ഷെഡ്യൂൾ 3 ഓക്കെ ഒരു 6 കണ്ടന്റ് വരുന്നതാണ്. അതിൽ ഗവൺമെൻറ് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് പുതിയൊരു ടേം ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഷയാസിന് പഠിപ്പിക്കാം. കൊള്ളാം, ശരി. ഷയാസ് ടാക്സ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ? ഞാൻ ടാക്സ് അടക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ. അല്ലേ, ശരി. 6 ബ്ലോഗർമാരെ ഹൈക്കോടതി പുറത്താക്കി, സാക്ക് ചെയ്തു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശരി. ഹൈക്കോടതി ഞാൻ എടുക്കാറില്ല, ഹൈക്കോടതി HC എന്നുള്ള ടേമില്ലേ, ഓക്കെ, അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോഴ്സ് റേസിംഗ്. ഇതെന്താണ് ഈ കുതിര ഇങ്ങനെ വട്ടം കിടക്കുന്നത്? ഇനി ഇതിനെ കുതിരവട്ടത്തുനിന്ന് കൊണ്ടുവന്നതാണോ? C കസിനോ. ഓക്കെ. B ബെറ്റിംഗ്. ബ്ലോഗറിലെ B ഫോർ ബെറ്റിംഗ്. നീ ബെറ്റിനുണ്ടാ? എത്ര രൂപയ്ക്ക്? 1 ലക്ഷം രൂപ അടക്കണ കാര്യം പറയടാ. 100 രൂപ ഉണ്ട്. എന്തൊക്കെ ബെറ്റ്? L ഫോർ ലോട്ടറി. ഇതിപ്പോ ഞാൻ ലാസ്റ്റ് ശരി, ഓക്കെ സാർ പറഞ്ഞു. ബെറ്റിംഗ്, ലോട്ടറി. ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളമില്ലേ? ഓൺലൈൻ മണി ഗെയിമിംഗ്. ചങ്കിളി റമ്മിയിൽ ടൂർണമെന്റ്സ് ട്രൈ ചെയ്യും. ഇവിടെ എൻട്രി ഫീസ് ഇത്രയേ ഉള്ളൂ, റിവാർഡ്സോ അത്രയും. ഗാംബ്ലിംഗ്. ആർക്കും വെക്കാം, ആണിനും വെക്കാം, പെണ്ണിനും വെക്കാം. ഒന്നാം സമ്മാനം GB. ഈ 6 ടേമില്ലേ പുതുതായിട്ട് ആഡ് ചെയ്തു സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിം, സാക്ക്. സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിം. ഓക്കെ. അപ്പോൾ ഇത് ഷെഡ്യൂൾ 3 ഗവൺമെന്റ് ഒഴിവാക്കിയതുകൊണ്ട് ഈ 6 ടേമിനും GST വിൽ ബി ലെവീഡ്. പണ്ട് ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ലോട്ടറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹോഴ്സ് റേസിംഗും ഈ പറയുന്ന ഓൺലൈൻ മണി ഗെയിമിംഗ്, കസിനോ ഇല്ലേ, ഇപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്തു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എന്തായാലും ടെസ്റ്റ് ചെയ്യും. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഞാൻ 6 ഹൈക്കോർട്ട് 6 ബ്ലോഗർമാരെ എന്ത് ചെയ്തു? പുറത്താക്കി. സാക്ക് എന്താ? സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിം. HC ബ്ലോഗ്, അത് ഞാൻ പറഞ്ഞോക്കാം. ഹോഴ്സ് റേസിംഗ്, പിന്നെ C അല്ലേ, കസിനോ. B ഫോർ ബെറ്റിംഗ്, ഗുഡ്. L ലോട്ടറി, ഗുഡ്. ഓൺലൈൻ ഗെയിമിംഗ് അല്ലേ സംഭവം. പിന്നെ ബ്ലോഗ്, G. ഗാംബ്ലിംഗ് മതി, ഇത് മതി. ശരി. അപ്പോൾ രണ്ടാമത്തത് ചാർജ് ഓഫ് GST എന്നുള്ള ചാപ്റ്ററിൽ ഒരു 3 സർവീസസ്, ഗവൺമെൻറ് സർവീസസ് ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ് ഒരു ഏരിയ ഉണ്ട്. നമ്മളതിന് ടാപ്പ് സർവീസ് എന്ന് പറയും. T ട്രാൻസ്പോർട്ടേഷൻ, A എയർപോർട്ട്, അതൊരിക്കലും അമർത്താൻ പാടില്ലായിരുന്നു. P പാസഞ്ചർ. ഇത് ബൈ ഹാർട്ട് അടിക്കണ്ട, ഓക്കെ. അപ്പോൾ ഈ 3 സർവീസിന് കൂടെ ഇപ്പോൾ ഗവൺമെൻറ് അമെൻഡ് ചെയ്തിട്ട് മിനിസ്ട്രി ഓഫ് റെയിൽവേ ഇല്ലേ, റെയിൽവേ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ടാപ്പ് എന്നുള്ളത് ട്രാപ്പ് ആവും. റെയിൽവേ ട്രാപ്പ് ആവും. അപ്പോൾ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ട്രാപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ T എന്താ? ട്രാൻസ്പോർട്ടേഷൻ, റെയിൽവേ, എയർപോർട്ട്, പാസഞ്ചർ. അപ്പോൾ ഈ റെയിൽവേ സർവീസസ്, അപ്പോൾ നിങ്ങൾ കുട്ടികൾ ചോദിക്കും സാർ റെയിൽവേ പണ്ടും ഫോർവേഡ് ചാർജിലായിരുന്നില്ലേ ചോദിക്കും. അപ്പോൾ റെയിൽവേയുടെ ട്രാൻസ്പോർട്ടേഷൻ ഓൾറെഡി ഫോർവേഡ് ചാർജിലായിരുന്നു. അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് സർവീസ് ഒക്കെ ഉണ്ടല്ലേ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ബോർഡിങ് പരസ്യമൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ടാക്സ് പണ്ട് കമ്പനികളായിരുന്നു അടയ്ക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ AAA ആണ് ട്രെയിൻ റെയിൽവേ സർവീസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് റിസീവ് ചെയ്യുന്നെങ്കിൽ AAA ആയിരുന്നു പണ്ട് അടയ്ക്കേണ്ടത്. ഇപ്പോൾ അമെൻമെൻറ്റിന് ശേഷം റെയിൽവേ തന്നെ അടയ്ക്കും. റെയിൽവേക്ക് ശരിക്കും പറഞ്ഞാൽ കോടികളിലുള്ള ഒരു ലോസ് ഒക്കെ വന്നിരുന്നു അങ്ങനത്തെ ഒരു ഇഷ്യൂ കാരണം. സോ അമെൻമെൻറ്റ് വരുത്തിയിട്ട് റെയിൽവേ വിൽ പേ അണ്ടർ ഫോർവേഡ് ചാർജ്. ഓക്കെ. അതേപോലെ എക്സംഷൻ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഈ അതർ സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെൻറ്റിന് 5,000 റുപ്പീസിൻ്റെ ലിമിറ്റും ഒരു 20 ലാഖിൻ്റെ പ്രീവിയസ് ഇയർ ടേൺ ഓവറിൻ്റെ കുറവാണെങ്കിൽ എക്സംഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ടേൺ ഓവറൊക്കെ നോക്കിയിട്ട് അതും ഈ ട്രാപ്പ് സർവീസിന് കിട്ടില്ല. അപ്പോൾ റെയിൽവേയുടെ സർവീസ് ആണെങ്കിലും ഇപ്പോൾ ഈ 5,000 ലിമിറ്റ് അപ്ലിക്കബിൾ അല്ല. അതേപോലെ തന്നെ പ്രീവിയസ് ടേൺ ഓവറില്ലേ കുറവാണെങ്കിലും എക്സംഷൻ കിട്ടില്ല. അപ്പോൾ പുതിയൊരു കമ്പനി
ആണ് റെയിൽവേയുടെ സർവീസ് റിസീവ് ചെയ്യുന്നെങ്കിലും ആ കമ്പനിയുടെ മുകളിൽ GST ലൈവ് വരും. ഫോർവേഡ് ചാർജ് റെയിൽവേ തന്നെ അടയ്ക്കും. ഓക്കെ. ദെൻ ECO ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിൽ 4 സർവീസസ് ECO ടാക്സ് അടയ്ക്കേണ്ട സർവീസസ് ഉണ്ട്. 9(5) എന്നുള്ള സെക്ഷനിൽ. ഓക്കെ. അത് നമ്മൾ THAR എന്നുള്ള രീതിക്ക് നമുക്ക് പ്രസന്റ് ചെയ്യുന്നു. T ട്രാൻസ്പോർട്ടേഷൻ, R റെസ്റ്റോറൻറ്റ്, A അക്കോമഡേഷൻ. തിങ്കൾ ബുധൻ വെള്ളി ഞാൻ, ചൊവ്വ വ്യാഴം ശനി നീ. അപ്പൊ ഞായറാഴ്ച നമ്മൾ ടോസ് ഇടും. ഇന്നെന്താ ദിവസം ഇന്ന് തിങ്കളാഴ്ച, ഇനി ഞാൻ കിടക്കും. H ഹൗസ് കീപ്പിംഗ്. 4 സർവീസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ 4 സർവീസിനും ECO ടാക്സ് അടയ്ക്കും. അതായത് ഓൺലൈൻ ഇതിൽ ആപ്പില്ലേ അതിലൂടെ ടാക്സ് അടയ്ക്കാൻ. അപ്പോൾ ഇതിൽ പുതിയൊരു അമെൻമെൻറ്റ്, ചെറിയൊരു അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ഒമ്നി ബസ് എന്നൊരു കോൺസെപ്റ്റ്. ഒമ്നി ബസ് നമ്മൾ പണ്ട് മാരുതിയുടെ ഒമ്നി കണ്ടിട്ടുണ്ട്. അതല്ല, ഒമ്നി ബസ്സിന് ടേം വെച്ചാൽ ഈ 12 പേരിൽ കൂടുതൽ ഇരിക്കാൻ പറ്റുന്ന ബസ് സർവീസ് അല്ലേ, അതിനെയാണ് ഒമ്നി. ഫോർ എക്സാമ്പിൾ കൊച്ചി ടു ബാംഗ്ലൂരിലെ കല്ലട പോലത്തെ ബസ് സർവീസ് അല്ലേ, അതിന് നമ്മൾ ഓമ്നി ബസ് എന്നൊരു ടേം ഉപയോഗിക്കാറുണ്ട്. സോ ആ സർവീസ് നമ്മൾ റെഡ് ബസ് എന്നുള്ള ആപ്പിലൂടെ ഓൺലൈനിലേക്ക് ബുക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ലയബിലിറ്റി റെഡ് ബസ്സിനാണ് GST അടയ്ക്കുന്നത്. ഓക്കെ ഓക്കെ. കല്ലടയ്ക്കല്ല. ഓമ്നി ബസ്സിനൊക്കെ ഈ ആപ്പ് വേണം GST അടയ്ക്കാൻ. അപ്പോൾ പാസഞ്ചർ കളക്ട് ചെയ്യുമ്പോഴും റെഡ് ബസ്സിനാണ് GST ലയബിലിറ്റി വരിക. അപ്പോൾ അതിലെന്താ അമെൻമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്ലയർ അല്ലേ കല്ലട പോലത്തെ, അവർ കമ്പനി ആണെങ്കിൽ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഈ റെഡ് ബസ്സിന് ലയബിലിറ്റി വരില്ല, കല്ലടയ്ക്കാൻ അടയ്ക്കണം. ഇപ്പോൾ കല്ലട സുരേഷ് കല്ലട എന്നുള്ള പേരില്ലേ, പുള്ളിയുടെ ഇൻഡിവിജ്വലോ പാർട്ട്ണർഷിപ്പ് ഫേമോ ആണെങ്കിൽ റെഡ് ബസ്സിന് അടയ്ക്കും. കല്ലട പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ കമ്പനി അടയ്ക്കണം. അപ്പോൾ കുറച്ച് പഠിച്ചിട്ട് വരുന്ന IDT കൊള്ളാല്ലേ, പക്ഷേ ഞാനില്ല, ചേർന്നോളൂ. ഇനി കോമ്പോസിഷൻ സ്കീം സെക്ഷൻ 10, അതൊരു സ്കീം പ്രകാരം 1% ടാക്സ് അടച്ചാൽ മതി. എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും 1% ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ അവർക്കും ഒരു ബെനിഫിഷ്യൽ ആയിട്ട് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നത് 10(2) പ്രകാരം. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഷെയർസ് ഒരു പ്രൊഡക്റ്റ് വിൽക്കണം വെച്ചോളൂ. ഓക്കെ. എന്തെടുക്കാം? പ്രൊഡക്റ്റ് ഈ അടുത്ത് ട്രെൻഡിങ് സാധനം ഉണ്ടല്ലോ, ബ്രിട്ടീഷ് ക്രീം, എന്താ മറ്റേ വെളുത്തിട്ട് പാറ. ആ പ്രൊഡക്റ്റ് മണ്ണാർക്കാടിന്റെ ഹോൾസെയിൽ ഡീലറെ വെച്ചോളൂ ഷെയർസ്. ഓക്കെ. അപ്പോൾ നല്ല രീതിക്ക് ബ്രാൻഡ് അംബാസിഡർ ഒക്കെ ആയിട്ടുള്ള വ്യക്തിയെ വെച്ചോളൂ. ഓക്കെ. അപ്പോൾ ഷെയർസിന് ഫോർ എക്സാമ്പിൾ ഈ പ്രൊഡക്റ്റ് ടേൺ ഓവർ ഫോർ എക്സാമ്പിൾ 5-6 ലക്ഷം രൂപ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പണ്ട് ഓൺലൈനില്ലേ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ലിസ്റ്റ് ചെയ്ത് വിൽക്കാൻ പാടില്ല. കോമ്പോസിഷൻ ഡീലറിലെ ഓൺലൈനിൽ വിൽക്കാൻ പറ്റില്ല. ഓൺലൈനിൽ വിൽക്കണമെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കണം സെക്ഷൻ 9 പ്രകാരം. ഈ 10 എന്നുള്ള കോമ്പോസിഷൻ സ്കീം കിട്ടില്ല. പക്ഷെ അതിൽ അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. സെക്ഷൻ 10 കോമ്പോസിഷൻ സ്കീമില്ലേ എലിജിബിൾ ആണ്. കോമ്പോസിഷൻ ഡീലർക്ക് ഓൺലൈനിലൂടെ ഗുഡ്സ് വിൽക്കാം എന്നൊരു അമെൻമെൻറ്റ് വന്നിട്ട്. അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ചാപ്റ്ററിലും പറയുന്നുണ്ട് GST രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ഗുഡ്സ് വിൽക്കാം. പണ്ട് ഓൺലൈനിൽ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ GST നമ്പർ അടിച്ചു കൊടുക്കണം. GST നമ്പർ മാൻഡേറ്ററി. അത് സെക്ഷൻ 24 കമ്പൽസറി. അതിന്ന് ഈ ഓൺലൈനിലൂടെ വിൽക്കുന്നതിൽ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻ ഓൾസോ സെൽ എന്നില്ലേ. അപ്പോൾ ഷെയർസിൻ്റെ ബ്രിട്ടീഷ് ക്രീം എന്ത് ചെയ്യാം, ഓൺലൈനിൽ വിൽക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, തമിഴ്നാട് എക്സാമ്പിൾ പൊള്ളാച്ചിന്ന് ഒരു അണ്ണാച്ചി വിളിക്കണം വെച്ചോളൂ, ഏത് ഈ ക്രീം വേണമെന്ന് പറഞ്ഞിട്ട്, അത് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ കാരണം അണ്ണാച്ചി ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് കേരള. യു ഷുഡ് ഓൺലി പ്രൊവൈഡ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. ഇൻട്രാസ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല, സംസ്ഥാനത്തിനകത്ത് മാത്രം. അപ്പോൾ ഇയാൾക്ക് വരുന്ന കോൾ എവിടെ നിന്നായിരിക്കും, തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ കർണാടകയിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല. അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. സോ മീൻസ് കേരള ബിസിനസ്സിന് ബാധിക്കും അല്ലേ. അപ്പോൾ അതിനെക്കാട്ടി ബെറ്റർ എന്താ, GST രജിസ്ട്രേഷൻ അല്ലേ. കോമ്പോസിഷൻ സ്കീമും കേരളത്തിൽ പുറത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, കോമ്പോസിഷൻ സ്കീം കേരളത്തിൽ വിൽക്കാൻ പറ്റില്ലെങ്കിൽ കേരളത്തിനകത്ത് മാത്രമേ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ. കേരളത്തിൽ പുറത്ത് ചെയ്യണമെങ്കിൽ കോമ്പോസിഷൻ പുറത്ത് വന്നിട്ട് സെക്ഷൻ 9 എന്നുള്ള രജിസ്ട്രേഷനിൽ അതെടുക്കേണ്ടി വരും. പിന്നെ രജിസ്ട്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഒരു ചെറിയൊരു അമെൻമെൻ്റ് ആണ്. അതായത് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് പ്രൊമൈസ് ഒരു കോൺസെപ്റ്റ് ഉണ്ട് രജിസ്ട്രേഷൻ സമയത്ത്, അപ്ലിക്കേഷൻ സമയത്ത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഷെയർസ് മിഥുനം സിനിമ ഉണ്ട്, മോഹൻലാലിൻ്റെ. അതെ, ദാക്ഷായണി ബിസ്ക്കറ്റ്സ്, വെരി ഗുഡ്. അപ്പോൾ അതിൽ ഒരു ഓഫീസർ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. അത് തന്നെയാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ, ഓഫീസർ ഇൻസ്പെക്ഷൻ. അപ്പോൾ നമ്മൾ അതേപോലെ ഷെയർസിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ, അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഷെയർസ് GST രജിസ്ട്രേഷൻ എടുക്കുന്നു വെച്ചോളൂ. എക്സാമ്പിൾ കേരളത്തിൽ പുറത്ത് ഓർഡർ കിട്ടി, അപ്പോൾ എന്ത് ചെയ്യുന്നു, GST രജിസ്ട്രേഷൻ വേണം, എടുക്കണം അല്ലേ. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റത്ത് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പില്ലേ, ഓഫീസർക്ക് വേണമെങ്കിൽ ഫിസിക്കൽ വെരിഫൈ ചെയ്യാം പ്രിമൈസസ് വന്നിട്ട് മണ്ണാർക്കാട് താങ്കളുടെ യൂണിറ്റിൽ ചെക്ക് ചെയ്യാം. ഓക്കെ ഫൈൻ. റൂൾ 25 പറയുന്നുണ്ട് ഡൗട്ട്ഫുൾ കേസ് ആണെങ്കിൽ, സസ്പീഷ്യസ് കേസ് ആണെങ്കിൽ ഓഫീസർക്ക് എന്ത് ചെയ്യാം, വന്നിട്ട് ഫിസിക്കൽ വെരിഫൈ ചെയ്യാം. അത് ഓപ്ഷനാണ്. പക്ഷേ ആസ് ഫോർ എക്സാമ്പിൾ ഓഫീസർ ആപ്ലിക്കേഷനിൽ ഫോട്ടോ കണ്ടു, ഈ പ്രൊഡക്റ്റും കണ്ടു, ഉടായ്പ് തോന്നാം, ഫേസ് കണ്ടിട്ടല്ല തോന്നാം അല്ലേ. അപ്പോൾ ഓഫീസർ ഫിസിക്കൽ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഷെയർസ് കൊച്ചിയിൽ വെച്ചോളൂ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി. വെദർ ഓഫീസർ കൺ കണ്ടക്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ. ആൻസർ ഇസ് യെസ്. ഇൻ ദ പ്രസൻസ് ഓഫ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ എന്നുള്ള വാക്ക് എടുത്തു പറഞ്ഞു. അപ്പോൾ ഷെയർസിൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലേ, മണ്ണാർക്കാടിന് ആവശ്യം ഉണ്ടാവുന്നില്ല. ഓഫീസർക്ക് തന്നെ വന്നിട്ട് എന്ത് ചെയ്യാം, ആളുണ്ടാവണം. ആളുണ്ടെങ്കിൽ മാത്രമേ റൂൾ 25 പ്രകാരം വാലിഡ് ആവുള്ളൂ.
അപ്പോൾ ആൾ നിർബന്ധമില്ല. ദെൻ അപ്ലിക്കേഷൻ സമയത്ത് ഇൻകം ടാക്സിൻ്റെ പാൻ കാർഡ് ഡോക്യുമെൻ്റ് ആവില്ലേ, പാൻ കാർഡ്, ആധാർ കാർഡ്, ഇതൊക്കെ മാൻഡേറ്ററി ആണ്, കൊടുത്തേ പറ്റും. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലേ കൊടുക്കേണ്ടി വരുമല്ലോ? കമോൺ, വാട്ട് യു തിങ്ക്? സ്വാഭാവികമായിട്ടും വേണ്ടി വരും, മാൻഡേറ്ററി ആണ്. പക്ഷേ അതിലൊരു അമെൻമെൻറ്റ് എന്താ വെച്ചാൽ റൂൾ 10A ഓൾറെഡി പറയുന്നുണ്ട് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്ലിക്കേഷൻ സമയത്ത് തന്നെ വേണമെന്നില്ല. പാനും ആധാറൊക്കെ മുന്നേ കൊടുക്കണം, അഡ്രസ് പ്രൂഫൊക്കെ കൊടുക്കണം. പക്ഷേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് കൊടുത്താൽ മതി. അപ്പോൾ അതിനൊരു ടൈം ലിമിറ്റ് ആയിരുന്നു 45 days ഓർ GSTR 3B വിച്ച് എവർ ഈസ് ഏർലിയർ എന്നായിരുന്നു. ഓക്കെ, ഈ 45 days 30 days ചുരുക്കി. ഓക്കെ, GSTR 3B എന്നുള്ള GSTR 1 എന്നുള്ള 11th of next month ഇല്ലേ, അങ്ങനെയൊക്കെ ചുരുക്കി. അപ്പോൾ റൂൾ 10A 45 days 30 days ചുരുക്കി. GSTR 3B അത് അടുത്ത മാസം സാധാരണ 20ാം തീയതി വരെ, അത് 11ാം തീയതി ആക്കി GSTR 1 മാറ്റി. ഓക്കെ, റിവോക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ GSTയിൽ മനസ്സിലാവുന്നുണ്ട്, ഓഫീസർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ സെയിൽ നടത്തുന്നില്ലേ, സെയിൽ നടത്തുന്നില്ല 10 സെയിൽ ഉണ്ടെങ്കിൽ 8 ഉടായ്പ വെച്ചോളൂ. ഓക്കെ, ഫുൾ ഫേക്കാണ്. ഓഫീസർക്ക് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ക്യാൻസൽ ചെയ്തതിൽ ഷെയർസിന് ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യണം, വിയോജിപ്പുണ്ട്, എന്ത് ചെയ്യും? എനിക്കൊരു അപ്പീലിന് ശ്രമിക്കാം. ആ അപ്പീലിന് പറയുന്ന പേരാണ് റിവോക്കേഷൻ. ഓക്കെ, മനസ്സിലായി. ഓക്കെ, സോ അപ്പീലിന് പോകുന്ന എക്സാമ്പിൾ ഓഫീസർ ഷെറിനെ വെച്ചോളൂ, ബെസ്റ്റാണ്, നല്ലതാണ്. ഷെറിൻ്റെ തന്നെ അപ്പീലിന് പോകുന്നെങ്കിൽ പണ്ട് അപ്പീലിന് പോകാനുള്ള ടൈം ലിമിറ്റ് 30 ദിവസമുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ലെറ്റർ അല്ലേ, ക്യാൻസലേഷൻ്റെ ലെറ്റർ വന്നിട്ട് ഷെയർസ് സങ്കടപ്പെട്ടിട്ടിരിക്കണം വെച്ചോളൂ, 29 ദിവസം 30 ദിവസം കഴിഞ്ഞു, പിന്നെ അപ്പീലിന് പോയി, സമയം കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ ഇത് 90 days ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അത്രയും സങ്കടപ്പെടാം. 90 days കഴിഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ അപ്പീലിന് പോകുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ഒരു ചെറിയ വണ്ടിയിൽ തട്ടിയിട്ടോ കാലൊക്കെ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്ക വെച്ചോ, അൺഫോർച്ചുനേറ്റ്, ആർക്കും സംഭവിക്കാം അല്ലേ? ഇപ്പോൾ കാലൊക്കെ ഫോർ എക്സാമ്പിൾ അങ്ങനെ വയ്യാതെ കിടക്ക വെച്ചോളൂ, അങ്ങനെയാണെങ്കിൽ സമയം വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. 90 days കഴിഞ്ഞ് വെച്ചോളൂ. അത് 180 days വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം ഓഫീസർക്ക്. ഓക്കെ, ഓക്കെ. അപ്പോൾ 90 days നമുക്ക് ടൈമുണ്ട്. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓഫീസർക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് 180 daysനകത്ത് എന്ത് ചെയ്യാൻ മതി, അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. എന്നിട്ട് ഷെയർസിൻ്റെ സൈഡ് ഫോർ എക്സാമ്പിൾ ന്യായമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഓഫീസർക്ക് രജിസ്ട്രേഷനിൽ ക്യാൻസൽ ചെയ്ത് പിൻവലിക്കാം, അല്ലെങ്കിൽ നമ്പർ തിരിച്ചു കിട്ടും. ഓക്കെ, റിവോക്കേഷൻ തിരിച്ചു പിടിക്കുക, പുനഃസ്ഥാപിക്കുക എന്ന് പറയും. ഷെയർസിന് ഈ രജിസ്ട്രേഷൻ ഒക്കെ തിരിച്ചു കിട്ടിയ ശേഷം ഭയങ്കര പവർഫുള്ളൊക്കെ ആയിട്ട് ഭയങ്കര രീതിക്ക് ബിസിനസ് ഒക്കെ ചെയ്തിട്ട് ടേൺ ഓവർ ഒരു 6 കോടിയെ വെച്ചോളൂ. 6 കോടി. അപ്പോൾ പുള്ളി നിങ്ങൾക്കുള്ള ബിസിനസ് ഡീൽ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ കടക്കാർക്കും വിൽക്കാറുണ്ട്, ലോക്കൽ നോർമൽ കസ്റ്റമേഴ്സില്ലേ, വാക്ക് ഇൻ കസ്റ്റമേഴ്സിലെ അവർക്ക് വിൽക്കാറുണ്ട്. അപ്പോൾ നമ്മൾ B2B B2C എന്ന് പറയും, കേട്ടോ? ബിസിനസ് ടു കൺസ്യൂമറും ബിസിനസ് ടു ബിസിനസ്സും. അപ്പോൾ നിങ്ങളൊരു ഡീലർക്ക് വിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ബിസിനസ് ടു ബിസിനസ് അല്ലേ, B2B. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻവോയ്സിംഗ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ലേ, ഈ ഇൻവോയ്സിംഗ് നമ്മൾ QR കോഡൊക്കെ വെച്ചൊരു സംഭവം ഇല്ലേ, ആ സംഭവം മാൻഡേറ്ററി ആണ്. ടേൺ ഓവർ 5 കോടിയുടെ മുകളിലാണെങ്കിൽ. അപ്പോൾ ഇത് ഈ ലിമിറ്റ് പണ്ട് 10 കോടിയായിരുന്നു. 10 കോടി എന്നുള്ള ലിമിറ്റ് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ 10 crores ആയിരിക്കും. ഈ 10 crores ലിമിറ്റ് ഇപ്പോൾ 5 crores ആക്കി. അപ്പോൾ ഷെയർസിന് 6 കോടി ടേൺ ഓവർ ഉണ്ടെങ്കിൽ ഡീലേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ബില്ല് ഉണ്ടാവില്ലേ, അത് ഓൺലൈനിലൂടെ ഈ ഇൻവോയ്സിംഗ് പറയും. ഇപ്പോൾ ഈ ഇൻവോയ്സ് ഡീറ്റെയിൽസ് എല്ലാം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിട്ട് ആ ഡോക്യുമെൻ്റാണോ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഇൻവോയ്സിംഗ് ലിമിറ്റ് 10 crores 5 crores ആയി മാറി. ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ പ്ലേസ് ഓഫ് സപ്ലൈ. ഇപ്പോൾ ഇന്ററിൽ പുതുതായിട്ട് വന്നൊരു ചാപ്റ്ററാണ് പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ നമുക്കറിയാം ഷെയർസ് ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ വിത്തിൻ കേരള മേടിക്കുകയാണെങ്കിൽ അതിൽ GST കണ്ടുണ്ടോ, CGST SGST എന്ന് കണ്ടുണ്ടോ? CGST SGST വിത്തിൻ കേരള വിൽക്കണമെങ്കിൽ CM SM വരും. വേറെ സ്റ്റേറ്റിലേക്ക് വിൽക്കുന്നെങ്കിൽ IGST എന്നുള്ള ടാക്സ് വരും, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ ഷെയർസിൻ്റെ ക്രീം മേടിക്കാൻ ഡൽഹിയിൽ നിന്ന് ഒരാൾ വരുന്നത് വെച്ചോളൂ, എക്സാമ്പിൾ ജോബിൻ ജോൺസൺ ഡൽഹിയിൽ നിന്ന് വരുന്നത് വെച്ചോളൂ ക്രീം മേടിക്കാൻ മണ്ണാർക്കാടേക്ക്. എന്നിട്ട് അപ്പോൾ ടെൽ മീ എന്ത് ടാക്സാണ് വരിക? വിത്തിൻ കേരളയല്ലേ കച്ചവടം നടക്കുന്നത്, പക്ഷേ ജോബിൻ ഈ സാധനം കൊണ്ടുപോകുന്നത് ഡൽഹിക്കാണ്, പുറത്തേക്കാണ്. അപ്പോൾ IGST വേണ്ടി വരും. പക്ഷേ കച്ചവടം നടക്കുന്നത് കേരളത്തിനകത്താണ്. ഓക്കെ, അപ്പോൾ മറ്റേ തന്നെ മതി, SGST തന്നെ മതി. അതാണ്. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ പണ്ട് CM SM ആയിരുന്നു, പുറത്തൊരു ഒരാൾ വന്നിട്ട് വിത്തിൻ കേരളം മേടിച്ചിട്ട് പോവുകയാണെങ്കിലും CM SM തന്നെ ആയിരുന്നു. ഓക്കെ ഫൈൻ. ഇപ്പോൾ പക്ഷേ അമെൻമെൻറ്റ് വന്നു വെച്ചാൽ ഡൽഹിയിൽ ജോബിൻ പറയാണ് ഫോർ എക്സാമ്പിൾ ഇന്ന സ്ഥലത്തില്ലേ, ഇന്ന സ്ഥലത്ത് കരോൾ ബാഗിലാണ് ഞാൻ താമസിക്കുന്നത് എന്നിട്ട് പുള്ളിയുടെ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ IGST വരും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഷെയർസിനെ കാണാൻ വരുമ്പോൾ ഹിന്ദിയിൽ സംസാരിക്കുന്നെങ്കിൽ എന്ത് മനസ്സിലാവുന്നു, കേരളം. അപ്പോൾ അത് അഡ്രസ്സ് വയ്ക്കുന്നു. അപ്പോൾ അഡ്രസ്സ് ആയിട്ടാണെങ്കിൽ IGST ചാർജ് വരും. അപ്പോൾ എന്തുകൊണ്ട് വെച്ചാൽ സെക്ഷൻ 10 ഇല്ലേ, പ്ലേസ് ഓഫ് സപ്ലൈ സെക്ഷൻ 10 ഓഫ് IGST ആക്ടിൽ 10CA എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അമെൻമെൻറ്റ് വന്നു. ABCDE 5 സെക്ഷൻ ഉണ്ടായിരുന്നത് CA എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അമെൻമെൻറ്റ് വന്നു. എന്നിട്ട് അതിൽ പറയുന്നുണ്ട് പുറത്തുനിന്ന് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ പുറത്തുനിന്ന് വരുന്ന വ്യക്തി അഡ്രസ്സ് തരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൊക്കേഷൻ ഓഫ് റെസിപ്പേറ്റ്, അതായത് ഡൽഹി. ഹിന്ദിയിൽ വന്നിട്ട് പുള്ളിക്കാൻ അഡ്രസ്സ് തരുന്നില്ല വെച്ചോളൂ, ഹിന്ദിയിൽ കുറേ സംസാരിച്ചു പക്ഷേ അഡ്രസ്സും തരുന്നില്ല, പുള്ളി മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ CM SM വരും. ഓക്കെ,
സോ ഇതൊക്കെയാണ് മെയിൻ വന്ന അമെൻമെൻറ്റ്സ്. ഷെയർസിനെല്ലാം മനസ്സിലായിരിക്കുന്നു. എല്ലാം മനസ്സിലായെന്ന് ചോദിച്ചാൽ ഒരു ക്വിക്ക് സമ്മറി ഷെയർസ് പറയും. അടിപൊളി. ഓർമ്മയുള്ളത് ഞാൻ പറയാം. Okay. ഇൻ കേസ് ഞാൻ വിട്ടുപോയി ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം സംസാരിച്ചത് മറ്റേ സാക്കിന്റെ കാര്യമായിരുന്നു. അതിന് നമ്മൾ HC ബ്ലോഗ് എന്നുള്ള ഷോർട്ട് ഫോമിൽ പഠിച്ചു. അതോടൊന്നും ഞാൻ പറയണില്ല, എനിക്ക് ഓർമ്മയുണ്ട്. പറ നോക്കാം. ഹോഴ്സ് റേസ്, കാസിനോ, ഗുഡ്, ബെറ്റിംഗ്, ലോട്ടറി, ഓൺലൈൻ ഗെയിമിംഗ്, ഗാംബ്ലിംഗ്. ഗുഡ്. മതി, ഇത് മതി. ഇത് മതി. ഓക്കെ. പിന്നെ നമ്മള് റെയിൽവേന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ട്, ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ മറ്റേ ഒമ്നി ബസിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ട്, രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ട്, അതിന്റെ റിവോക്കേഷന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ട്. പിന്നെ GSTയുടെ കാര്യം, ലൈക്ക് മറ്റേ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതെ സിയും പിന്നെ ബാങ്ക് അക്കൗണ്ട് സബ്മിറ്റ് ചെയ്യാൻ ഡേറ്റിന്റെ കാര്യം. പിന്നെ ഓൺലൈനിൽ വിൽക്കാൻ പറ്റുന്നുള്ളതല്ലേ? ഓൺലൈനിൽ വിൽക്കാം എന്നുള്ള സാധനം ഓർമ്മയുണ്ട്. യെസ്. അതായത് മുൻപ് അത് പറ്റിയിരുന്നില്ല, ഇപ്പൊ ഇത്ര. യെസ്. സമയം കൂടി അതൊക്കെ പഠിച്ചില്ലേ? ഞാൻ കൊള്ളാലേ? അടിപൊളിയല്ലേ? സൂപ്പറാ. ശരി. അപ്പോൾ സാറേ, നമുക്ക് നമ്മുടെ ഇന്ററിന്റെ ക്രാഷ് ബാച്ച് വരാൻ പോകുന്നുണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ വളരെ ഉപകാരപ്പെടും. സാർ അതിന്റെ ഡീറ്റെയിൽസ് കൂടി പറഞ്ഞു കൊടുക്കും. CA ഇന്ററിൻ്റെ IDDയുടെ ക്രാഷ് വരുന്നത് കൊച്ചിയിൽ 11th മാർച്ച് മുതലായിരിക്കും. 11th മാർച്ച് മുതൽ 19th മാർച്ച് വരയ്ക്കും. അപ്പോൾ ഇതിൽ 9 ഡേയ്സിൽ 8 ഡേയ്സ് ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. 8 ഡേയ്സ് ക്ലാസ്, പിന്നെ ഇടയിൽ ഒരു ദിവസമില്ലേ 4 ഡേയ്സ് സെഷൻ ബ്രേക്ക് ഉണ്ടാവും. ആ ദിവസം നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്യും, ഒരു മോക്ക് എക്സാം 50 മാർക്സിൻ്റെ. ICയുടെ ലെവൽ തന്നെ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതൊരു ഈവനിങ് ആയിരിക്കും. അപ്പോൾ മോർണിംഗ് ഒക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഈവനിങ് വന്ന് എക്സാം എഴുതാം. പിന്നെ ബാക്കി 4 ഡേയ്സിൻ്റെ ക്ലാസ് നടക്കും. അതിനുശേഷം വീണ്ടും ഒരു എക്സാം ഉണ്ടാവും, 2 മോക്ക് എക്സാം ഉണ്ടാവും. ഓക്കെ, വിത്ത് വാല്യുവേഷൻ. ഓക്കെ, ആൻഡ് ആൻസർ കീ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും എങ്ങനെ എഴുതണം എന്നൊക്കെ അല്ലേ? ഓക്കെ, സോ നിങ്ങൾക്കറിയാം എപ്പോഴും സ്റ്റുഡൻസിൽ ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണമെന്നോ ആ ഒരു സ്കിൽ ഉണ്ടാവില്ലേ, അത് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ക്രാഷ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ രണ്ടാമത് ഈ അമെൻമെൻറ്റ്സിന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ, ഇതിനൊക്കെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ? ചിലപ്പോൾ ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു ഫുൾ ഒരു പേജിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ എന്താണ് അമെൻമെൻറ്റിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ എക്സാമിനേഷൻ. പിന്നെ ടൈമിംഗ് വരുന്നത് മോർണിംഗ് ഒരു 8:30 ടു ഈവനിങ് ഒരു 6 o'clock വരെയായിരിക്കും ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. ഓക്കെ, മെറ്റീരിയൽ വിൽ ബി പ്രൊവൈഡഡ്. നിങ്ങൾക്ക് അമെൻമെൻറ്റിൻ്റെ ബേസിലുള്ള അപ്ഡേറ്റഡ് മെറ്റീരിയൽ വിൽ ബി പ്രൊവൈഡഡ് അലോങ് വിത്ത് ദിസ് ക്ലാസ്സസ്. ഓക്കെ, സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് Reply for more details.